നമസ്തേ. ഡബിൾ ബാരൽ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ചെറിയ ഒരു സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് വയനാട്ടിലേക്കൊന്ന് കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. കോഴിക്കോടിന്റെ അടുത്ത ജില്ലയായ അതിമനോഹരമായ സുന്ദരമായ ഒരു ജില്ല, കാണാൻ അതിമനോഹരമാണ്. അങ്ങനെയുള്ള ആ ജില്ലയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞ 4-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്ന് പുതിയ ഒരു മന്ത്രിസഭ ഇവിടെ രൂപീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു. നമ്മുടെ മഹാനായ 99 സീറ്റിന്റെ ഉടമ, പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന 543-ൽ 99 കിട്ടി, ഞങ്ങളാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മഹാനുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് ആ വയനാട് ജില്ലയെ അങ്ങ് ചതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചയച്ചു. ആ ജില്ലയെ പറ്റി പറഞ്ഞാൽ, അവിടുത്തെ സംഖ്യ, പോപ്പുലേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗം ജാസ്തിയുള്ള ഒരു ജില്ലയാണ്. അവിടെ ഹിന്ദുക്കൾ മൈനോറിറ്റിയാണ്, മെജോറിറ്റി ന്യൂനപക്ഷമാണ്. 45.5% മുസ്ലിം വിശ്വാസികളും ഇസ്ലാം വിശ്വാസികളും 12.5% ക്രിസ്ത്യൻ വിശ്വാസികളും 41.5% മാത്രം ഹിന്ദുക്കളുമുള്ള ഒരു വലിയ ഒരു ജില്ലയാണ്. ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, തിരുവമ്പാടി, മലപ്പുറം, നിലമ്പൂര്, എറനാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ജില്ലയാണ്. ഈ ജില്ലയില് നമ്മളെ ഈ മഹാൻ വന്ന് മത്സരിച്ചു. നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഓടി വന്നു ഇവിടെ മത്സരിച്ചു. മുസ്ലിം സഹോദരന്മാര് അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുകയും ചെയ്തു. അന്ന് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മൂന്നാമതും ഭരണമേറ്റെടുത്ത അതിശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ നിന്ന് പേടിച്ചോടി വയനാടിൽ മത്സരിക്കുന്നയാള് വയനാടിനെ ചതിക്കും, വയനാടിന്റെ MP ആയി അയാൾ നിൽക്കില്ല, അയാൾ ജയിച്ചാൽ അവിടെ രാജിവെച്ചുകൊണ്ട് വയനാടിനെ അനാഥമാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വയനാട്ടുകാരത് കേട്ടില്ല. അതാണ് അതിന്റെ സത്യം. അയാൾക്ക് റായ്ബറേലിൽ രാജിവെച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ല. ജയിക്കില്ലെന്ന് അയാൾക്ക് അറിയാം. അയാൾ ഇന്ന് 3 ലക്ഷം വോട്ടിന് അവിടെയും ജയിച്ചിട്ടുണ്ടാവാം, പക്ഷെ ജയിക്കില്ല എന്ന് അയാൾക്കറിയാം. കാരണം, ഏറ്റവും വലിയ കാരണം, ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം എല്ലാവരുടെ പോക്കറ്റുകളിലേക്കും തരുമെന്ന് പ്രഖ്യാപിച്ചു. ഖട്ടാഖട്ട് 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 8500 രൂപ ജൂൺ 6-ാം തീയതി മുതൽ നിങ്ങളെ അക്കൗണ്ടുകളിലേക്ക് വന്നു വീഴും. ഡിപ്ലോമ പഠിച്ചതും
ഡിഗ്രി പഠിച്ചതും അല്ലാത്തതുമായ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു വിടുമെന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തി ജനങ്ങളെ ചതിച്ചുകൊണ്ടാണ് അവിടുന്ന് ജയിച്ചത്. ഇവിടെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും പറ്റിച്ചു, പറഞ്ഞു പറ്റിച്ചു. എന്താ പറഞ്ഞു പറ്റിച്ചത്? ഇവിടെ പണം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൂര്യ തേജസ് ഇന്ത്യയുടെ ഭരണം ഇനി ഏറ്റെടുത്താൽ ഇവിടുത്തെ ഭരണഘടന ഉണ്ടാകുകയില്ല, നിങ്ങൾക്ക് മുസ്ലിമുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ മുഴുവൻ ഇവിടെ ഓടിപ്പോകേണ്ടി വരും, ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കള്ളപ്രചരണം, കള്ളത്തരം മാത്രം 24 മണിക്കൂറും പുലമ്പിക്കൊണ്ട് നിന്നപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഈ വയനാടിലെ നല്ലവരായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിച്ച് നിങ്ങൾ പറഞ്ഞയച്ചില്ലേ? പക്ഷെ എന്ത് സംഭവിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ ഒന്നുമല്ല, നിങ്ങൾ ആരുമല്ല എന്ന നിലയിൽ നിങ്ങളെ ഇന്ന് പൂർണ്ണം തള്ളിക്കൊണ്ട് അയാൾ രാജിവെക്കാൻ പോകുന്നു. അയാൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സീറ്റ് രാജിവെച്ചുകൊണ്ട് വീണ്ടും അയാളുടെ കുടുംബ സ്വത്താക്കി മാറ്റുവാൻ പോവുകയാണ് വയനാടിനെ. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്കും ആഗ്രഹമുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ നിങ്ങൾക്ക് അവിടെ മത്സരിപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായി. ലീഗിനെ പറഞ്ഞു പറ്റിച്ചു, മുസ്ലിം സഹോദരന്മാരെ പറഞ്ഞു പറ്റിച്ചു. ഇനിയും നിങ്ങൾ വഞ്ചിതരാകാൻ പോകുകയാണ്, വീണ്ടും വഞ്ചിതരാകാൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഇനിയും പ്രിയങ്കയാണ് നിൽക്കാൻ പോകുന്നത്, കുടുംബ സ്വത്താക്കാൻ പോവുകയാണ്. കുടുംബക്കാരുടെ ഒരു നിയോജക മണ്ഡലമാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് ആ പ്രസ്ഥാനം. അങ്ങനെ അതിന്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വയനാട്ടുകാര് വീണ്ടും പറ്റിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളെ ഒന്നുമല്ലാതാക്കാൻ പോവുകയാണ്. നിങ്ങൾ പൊട്ടന്മാരാകാൻ പോവുകയാണ്. അതെ, അയാളെ തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണമാണ് ഈ കാണാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. നിങ്ങൾ വീണ്ടും ന്യൂനപക്ഷത്തിൽ ആണെന്ന് പറയുന്ന വയനാട്ടിലെ ഭൂരിപക്ഷമായ നിങ്ങൾ വീണ്ടും അവരെ ജയിപ്പിച്ചു വിട്ടേക്കാം. പക്ഷെ നിങ്ങൾ അവിടെ വഞ്ചിതരാകുകയാണ്, വഞ്ചിക്കപ്പെടുവാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സമയത്തൊക്കെ ഈ വയനാട്ടുകാർ ചിന്തിച്ചു വോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. BJP ഈ പ്രാവശ്യം അവിടെ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ചെറിയ അഭിപ്രായം എനിക്കും പറയാമല്ലോ. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കണം. മത്സരിപ്പിച്ച് ആ സ്ഥാനാർത്ഥി ജയിച്ചാൽ മന്ത്രിയാക്കും, കേന്ദ്രത്തിലെ ഒരു വലിയൊരു മന്ത്രിയാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം BJP ചെയ്യണം. കാരണം ഇന്നൊരു വലിയ അപരാധമുണ്ട് BJPയുടെ പേരിൽ. BJPയിൽ ഒരു മുസ്ലിം മന്ത്രിയുമില്ല എന്നാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെ നിർത്തിയിട്ടുണ്ടോ ഇല്ലയൊന്നും ചോദ്യമില്ല. BJPക്ക് ഇന്നൊരു മുസ്ലിം മന്ത്രിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ വാർത്താ ചാനലുകളും ഇത് തന്നെ പറയുന്നു, BJPയിൽ മുസ്ലിം മന്ത്രിയില്ല എന്ന്. BJP മുസ്ലിം പാർട്ടിയല്ല, ഒരു വർഗീയ പാർട്ടിയാണ്, ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതും ഇവർ തന്നെ. അവര് തന്നെ ഇന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരു ഇതില്ല എന്നാ പറയുന്നത്.
മുസ്ലിം മന്ത്രി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി, ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി അയാൾ ജയിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ, ഒരു മുസ്ലിമിന്റെ ആഗ്രഹത്തിലുള്ള, ഭാരതത്തിലെ മുസ്ലിമുകളുടെ ആഗ്രഹത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഒരു മുസ്ലിം മന്ത്രിയെ BJP തരുമെന്ന് പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ? തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. അല്ലാതെ ഈ കുടുംബക്കാർക്ക്, ഈ കുടുംബത്തിന് സീറ്റ് കൊടുത്ത് ലീഗുകാരെ കാര്യം ഒരു കഷ്ടം ആലോചിച്ച് നോക്കും. ലീഗിന്റെ സീറ്റാ, അവരുടെ വലിയൊരു പ്രസ്ഥാനമാണ് അവര്. ആ വലിയ പ്രസ്ഥാനമായി ഈ കേരളത്തിൽ ഇവിടെ നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് മുസ്ലിമുകളുടെ ഇടയിൽ. അവർക്ക് അവരുടെ സീറ്റ് നിലനിർത്താൻ പറ്റുന്നില്ല. എന്നാലോചിച്ച് നോക്കണം. അവർക്ക് നിലനിർത്താൻ, അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ്, ആ സമുദായത്തിലെ ആൾക്കാർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വരുന്ന ബൈ ഇലക്ഷനിൽ ഒരു മുസ്ലിമിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മകളായതുകൊണ്ട്, ഏട്ടൻ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് നടക്കുന്നൊരു ഏട്ടനുണ്ടായതുകൊണ്ട് അനിയത്തിക്ക് ഒരു ചാൻസ്, ഒരു ഇലക്ഷന് മത്സരിക്കുവാൻ ഒരു ചാൻസ് വീണ്ടും വയനാട്ടിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിന്ന പരിചയമില്ല. ഇതുവരെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇനി അവരെ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് താഴെ കമന്റിലൂടെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കാരണം ഈ പ്രസ്ഥാനത്തില് ഇങ്ങനെ മുത്തശ്ശനായി, അമ്മയായി, മകള് പ്രധാനമന്ത്രിയായി, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ താവഴിക്ക് ഇങ്ങനെ തുടർന്നു പോകാൻ വേണ്ടി അങ്ങ് വടക്കേ ഇന്ത്യയിലെ ജനങ്ങള് തുപ്പിയാട്ടി പുറത്താക്കിയെന്ന് ഉറപ്പായപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് വയനാട് നിലനിർത്തിക്കൊണ്ട് റൈബറെ രാജിവെച്ച് പെങ്ങൾക്ക് അത് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? കൊടുത്താൽ കടാക്കട്ട് എന്ന് പറഞ്ഞ 8500 ചോദ്യവും വന്ന് ഏറ് കിട്ടി അവിടുന്ന് പോകേണ്ടി വരുമെന്നുള്ള കാര്യം അവർക്കറിയുന്നത് കൊണ്ട് മാത്രമാണ് അവർ ആ വിഡ്ഢിത്തം ചെയ്യാത്തത്. അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ, ഈ കോൺഗ്രസ്സുകാർക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ സീറ്റ് ഒന്ന് നിലനിർത്തി ഒന്ന് റായ്ബറയെ രാജിവെച്ച് മത്സരിപ്പിക്കും. സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധിക്കില്ല. അതിനുള്ള ധൈര്യം ആ പ്രസ്ഥാനത്തിനില്ല. ആ പ്രസ്ഥാനം ഇന്ന് കൊഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നരേന്ദ്രമോദി 5 വർഷം ഇത് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ 99 തന്നെ ഇനി എത്രയാൾ ബാക്കിയുണ്ടാകുമെന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കണം. മുന്നിലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പുറകോട്ടൊന്ന് നോക്കിക്കൊണ്ട് എണ്ണണം, എന്റെ പുറകിൽ ഇപ്പോഴും 99 ഉണ്ടോ, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. ഈ പ്രസ്ഥാനം എത്രത്തോളം ശക്തിയുള്ളതാണ്, എത്രത്തോളം ശക്തപ്പെട്ടതാണ് എന്നുള്ളത് അപ്പം മനസ്സിലാകും. ആരും ഇവന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾക്ക് ഭരിക്കാൻ എന്തെങ്കിലും അറിയും. ഇനിയും ഈ പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സഭ കൂടുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് കാണാം, ഒരു സഭാ മര്യാദയുമില്ലാതെ 24 മണിക്കൂറും അവിടെ 44 ഇല്ലപ്പം തന്നെ ബഹളമായിരുന്നു. അതിന്റെ 100 ഇരട്ടി ബഹളമായിരിക്കും ഇപ്പോ 99 ആയപ്പോ. 50 സീറ്റ് ജാസ്തി കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ ഹുങ്ക് കാണിക്കണ്ടേ? അല്ലാതെ ഭരണത്തിൽ ഒരു നല്ല പ്രതിപക്ഷമായി
ആ ഒരു പ്രതിപക്ഷത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാനുള്ള അറിവോ ബുദ്ധിയോ ഇല്ലാത്ത ആളായി, അല്ലെങ്കിൽ അയാൾ അതിബുദ്ധിമാനാണോ എന്നറിയില്ല. വിഡ്ഢിയായി അഭിനയിച്ചുകൊണ്ട് അതിബുദ്ധിമാനായി നടക്കുന്ന ആളാണോ എന്ന് നമ്മൾക്കറിയില്ല. കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരിക്കാം അവര് പറയുന്ന അതിബുദ്ധിമാനാണെന്ന്. ഏതായാലും അയാളെ കൈകളിൽ നിന്ന് ഭാരതം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മറക്കാം. നമുക്ക് വയനാട്ടിലേക്ക് തന്നെ പോകാം. വയനാട്ടിലെ ആദിവാസികളും വയനാട്ടിൽ കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടിയൊക്കെ കംപ്ലീറ്റ് ട്രൈബൽസ് ജാസ്തിയുള്ള സ്ഥലമാണ്. അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി ചെന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് ചെയ്ത എല്ലാവരെയും പറ്റിച്ചു, എല്ലാവരെയും ചതിച്ചു. അങ്ങനെ ഒരു ചതി എന്ത് കേരളത്തിലെ ജനതയോട് ഇയാൾ ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി അയാൾ ഈ ഒരു ചതി ചെയ്യുന്നു? അങ്ങനെ അത്രത്തോളം ധൈര്യമുണ്ടെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് മത്സരിച്ചൂടാ റൈബറിയിൽ തന്നെ? അയാളെ പെങ്ങളെ മത്സരിപ്പിച്ചൂടാ റൈബറിയിൽ എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ചെറിയൊരു സംസാരം, ഒരു ചെറിയ ടോക്ക്, നമ്മളെ വയനാടിന്റെ പ്രിയങ്കയുടെ വരവിനെ പറ്റിയും എല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഓടിയതാണ്. അപ്പം ഈ ടോക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വരുന്നത് വരെ, നാളെ വീണ്ടും ഒരു വീഡിയോ ആയി നിങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളെ മനസ്സിൻ്റെ അകത്ത് ഇതേ ചിന്തകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ചതിക്കപ്പെടുന്ന കേരളത്തിലെ ഈ വയനാട്ടുകാരുടെ ആ ഒരു ഹൃദയത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അകത്ത് കൂടി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളും ഇതിന്റെ അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഓരോരുത്തരും, ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഡബിൾ ബാരലിന്റെ ഈ ചാനൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ.